കൺമണി ഒരു നാളും നീ എന്റെ ജീവനല്ലേ ജമീല, നീ എന്റെ ജമീല, നമ്മൾ കടയിലോട്ട് പോവുകയാണ്. ബാക്കി വന്നിട്ട് എടുക്കുക. കുത്തിക്കുത്താന വരമ്പ താളെ കുത്ത് കരിക്കുത്ത്. എന്നെ കയ്യിൽ കിട്ടും. ഞൊട്ടും. കുത്തിക്കുത്താന വരമ്പ താളെ കുത്ത് കരിക്കുത്ത്. എന്നോടാ കളി വേണ്ട. കുത്തിക്കുത്താന ദൈവമേ, എന്താണ് ചീട്ടത്? വല്ല പാമ്പറ്റാണോ? ഇവിടെ അവിടെ എന്തായിരുന്നു? എന്താ നാളെ കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ എന്റെ മുന്നിൽ നീയാട്, കണ്ണടച്ച നീയാട്. ജമീല, ജമീല. രണ്ടീസായിട്ട് കാണാനില്ലല്ലോ. ബാക്കി മാപ്പിളയുടെ ചിങ്കടിപ്പണി നിർത്തിയ ശിങ്കിടിപ്പണിയാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ. പറയണെന്തിനാ? എനിക്കറിയാലോ. എന്നാൽ കേൾക്കുന്നത് മുഴുവൻ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ശരീരപ്രകൃതി കൊണ്ട് ശിങ്കിടിയാണെന്നൊക്കെ തോന്നുമെങ്കിലും കാര്യങ്ങൾ നേരെ മറിച്ച. അങ്ങേർക്ക് ഭയങ്കര പേടിയ കുട്ടി. മൂരിയറക്കുന്നതും പീസ് പീസാക്കി തൂക്കിയിടുന്നതുമെല്ലാം ബലവാനായ ഞാനല്ലേ. ഈ രാജപ്പനില്ലെങ്കിൽ അങ്ങേര് കച്ചവടം നിർത്തി വീട്ടിലിരുന്ന് അക്കുത്തി കളിക്കും. അറിയാവോ? അല്ല പിന്നെ ബാക്കി മാപ്പിളയുടെ ഇടികൊള്ളൽ പിഴ നടക്കുന്ന ആളാണെന്നാ ഞാൻ വിചാരിച്ചു. അന്ധവിശ്വാസിയാണല്ലേ. ഞാൻ അങ്ങേരുടെ ഇടികൊള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു നിങ്ങൾ അങ്ങനെ ഇടികൊണ്ട് നിലവിളിക്കുന്നത്. എന്നാൽ ഞാനൊരു സത്യം പറയാം. ആ ഇടികൊള്ളൽ ഒരു ത്യാഗത്തിന്റെ അടയാളമാണ്. കള്ള കുടിച്ചാൽ ആരുടെങ്കിലും മെക്കെട്ട് കയറണമെന്ന് ആർക്കായാലും ആഗ്രഹം ഉണ്ടാവില്ലേ? ആ നാട്ടുകാരുടെ നേരെ ചെന്താ ആശാന്റെ തടി കേടാകൂല്ലേ? അതുകൊണ്ട് ആശാന്റെ ഇടിയും തല്ലുമല്ല ഞാൻ സന്തോഷത്തോടെ കൊള്ളും. പശുവിന്റെ കടിയും കാക്കയുടെ വിശപ്പുമാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. പിന്നെ എനിക്ക് നല്ല തടിമിടുക്കുള്ളത് കൊണ്ട് അങ്ങേരുടെ ഇടി എനിക്ക് വെറും മസാജ് ചെയ്തു പോലെയാണ്. ഒരിക്കലുമല്ല, ഉരുക്കാണ് കുട്ടി. ഈ ശരീരം മുഴുവൻ സ്നേഹവും കരുത്തും കുത്തി നിറച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളൊന്നാണ് കല്യാണം കഴിക്കാത്തത്? പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ്. ഇനി ഒരു കൂടെ കൂടെ ഉള്ളൂ. പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാം. ജയിലിലുണ്ട്, കുയിലില്ല. അമ്മേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ല. ഇനി ബുദ്ധിമാനായ ഞാൻ പേര് പറയത്തില്ല, തൊട്ട് കാണിക്കാം. മനസ്സിലായി. ഇവിടെ വരുമ്പോഴേക്കേ കാക്ക നോക്കണ പോലെ മതിലിന്റെ മുകളിലൂടെ എത്തി നോക്കണ എനിക്ക് അറിയാം. കാക്കയാ? അപ്പൊ ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? എന്തായാലും മനസ്സിലായല്ലോ, സമാധാനമായി. പിന്നെ ഞാൻ വിളിച്ചതെന്തിനാന്നാ? എന്തിനാ? ഞാൻ എങ്ങനെ പറയണേ? പറയൂന്നേ, നാണക്കാരി. അല്ലെങ്കിൽ വേണ്ട. പിന്നെയും നാണം. മനുഷ്യനെ കൊതിപ്പിക്കാതെ പറയുന്നേ. പറയട്ടെ? ഞാൻ പറയും. എനിക്ക് 5000 രൂപ തരൂ. 5000 പോയിട്ട് 50 രൂപ കണ്ട കാലം പറഞ്ഞു. ഇത്രയും നാള് എന്നെ എയറിൽ നിർത്തിയത് കാശ് ചോദിക്കാനായിരുന്നു അല്ലേടി വഞ്ചകി. പെട്ടെന്നൊരാവശ്യം, 1 മാസത്തേക്ക് മതി. 1 കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമില്ല. എപ്പോ തരും? എപ്പോ വേണം? എത്രയും പെട്ടെന്ന് വേണം. അപ്പൊ മോഷ്ടിക്കേണ്ടി വരും. തരും, തന്നിരിക്കും. കൈ തൊട്ട് സത്യം ചെയ്യണോ, തല തൊട്ട് സത്യം ചെയ്യണോ? കൈ തൊട്ട് സത്യം ചെയ്യണോ, തല തൊട്ട് സത്യം ചെയ്യണോ? കൈ തൊട്ട് സത്യം ചെയ്യണോ, തല തൊട്ട് സത്യം ചെയ്യണോ? കൈ തൊട്ട് എനിക്കൊരു 5000 രൂപ തരൂ, അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം തരൂ. അതിനാ നീ എത്തിച്ചോക്കിയത്? അത് കിട്ടിയാലേ എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂ. കണ്ടവന്റെ പെണ്ണിന്റെ വായി നോക്കി നിൽക്കുക. പിന്നെ എനിക്ക് സ്വന്തമായി പെണ്ണുണ്ടോ? ആരുടെ പെണ്ണായാലും അത് വളരെ നല്ലൊരു കുട്ടിയാണ്, എനിക്കിഷ്ടം. നിനക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പെണ്ണുണ്ടോടാ ഈ നാട്ടില്? എനിക്ക് ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടം. അത് കല്യാണം കഴിക്കാത്തോണ്ട് തോന്നുന്നത്. ആശാനെന്ന് പറയാം, ആശാന്റെ കാര്യം കഴിച്ചല്ലോ. ഒരുത്തിയെ കിട്ടിയ ഈ ലോകത്തുള്ള സകല പെണ്ണുങ്ങളോട് വെറുപ്പായി തോന്നും.
ചുമ്മാ. പിന്നെ എന്താ പോകുന്ന ചന്തവേർ പെടുന്നില്ലേ? ഉണ്ട്. ഒരു ചൂടാവണത്തിന് ആശാൻ അങ്ങനെ തോന്നി. പിന്നെ എന്തിനാ ചുറ്റി പറ്റി നിക്കണേന്ന്? പൊക്കോളാ. ഒരു കാര്യം പറയാനാ വന്നത്. എന്താ? 10-20 കൊല്ലായി ഞാൻ ആശാന്റെ കൂടെ നേരെ പോലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ആശാൻ എന്ത് ചെയ്താലും അതെനിക്ക് ശരിയാ. പക്ഷേ നീ കാര്യം പറഞ്ഞിട്ട് വട്ടം ചുറ്റാതെ പറയാൻ തന്നെയാ വന്നത്. ഇന്നലെ ആശാന്റെ അമ്മയെ ഇവിടെ ഇറക്കി വിട്ടല്ലേ. എന്നിട്ട് അമ്മ വീട്ടിലേക്ക് എത്തിയോന്ന് അന്വേഷിച്ചോ? ഒരു ചെറിയ മഴയത്ത് നനഞ്ഞൊരിച്ച് വിറച്ച് പോണത് കണ്ട് ഒരു വണ്ടിയും വിളിച്ച് ഞാൻ പുറകെ ചെന്നു. അമ്മ വണ്ടി കയറിയില്ല ആശാനെ. മഴ നനഞ്ഞടക്കുമ്പോ കരയണത് ആരും കാണില്ലെന്നാ പറഞ്ഞത്. ആ പോക്ക് അമ്മ വീട്ടിലേക്ക് എത്തിയില്ല. മുറ്റത്ത് വീണ് കിടന്ന അമ്മയെ കുറെ കഴിഞ്ഞ അവര് കണ്ടത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അല്പം സീരിയസ് ആണെന്നാ കേട്ടത്. പ്രാണികളുടെ ശാപം തലയെ കയറ്റി നടക്കണവരാ നമ്മള്. പിന്നെ അതിന്റെ കൂടെ അമ്മയുടെ ശാപം കൂടി വലിച്ചു വെച്ചോ ദേ നൊന്ത് പറ്റ തള്ളയുടെ മനസ്സ് കരിഞ്ഞ ആ ശാപം ഏറ്റ 7 ജന്മം ഗതി കിട്ടില്ല.